വലിയ ഹീറോ ഏത്തപ്പഴമാണ്. അതിൻ്റെ അമ്പട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിന്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അമ്മ ക്യാമറ മുമ്പിൽ സംസാരിച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കി, എന്തൊക്കെ ഉണ്ടാക്കി, നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി, അവലുപ്പേരി ഉണ്ടാക്കി, പൊങ്കലുണ്ടാക്കി, ഇടിയപ്പം, പിന്നെ എന്താ പറഞ്ഞ മിക്സ്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ഇന്നൊരു കിടിലൻ വിഭവമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു ഇലയിൽ വിളമ്പി വെച്ചേക്കുന്ന സദ്യ പോലെയാണ് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ചേക്കുന്നത്. വളരെ കിടിലൻ വിഭവമാണ്. നമ്മുടെ കൊങ്ങിണി സമുദായത്തിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ, എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്? അമ്പട്ട്. നിങ്ങൾ അമ്പട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ യോധേ സിനിമയിലെ നമ്മുടെ ജഗദീഷിന് നമ്മുടെ മോഹൻലാൽ പറയുന്ന പേരാണ് അമ്പട്ടൻ. അപ്പോൾ അതേപോലെ കിട്ടിയ പേരാണോ ഇതിന്? അങ്ങനെയല്ലല്ലേ. അപ്പോൾ അമ്പട്ട് നമ്മുടെ കൊങ്ങിണി സമുദായത്തിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അമ്പട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, പിന്നെ ഉപ്പുണ്ട്, ഏറ്റവും ചേർന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇൻഗ്രീഡിയൻസ് വളരെ അധികം ഉണ്ട്. ഞാനത് കൗണ്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8 9 10 11 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ അമ്പട്ട് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നമ്മുടെ അമ്പട്ട്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. അമ്പട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മുടെ വീട്ടിലെല്ലാവരും നല്ല നടിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ്. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ 11 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അല്ലേ? 11 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും വലിയ ഹീറോ ഏത്തപ്പഴമാണ്. അതിൻ്റെ അമ്പട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്പട്ടിലെ ഹീറോ, അമ്മ പറഞ്ഞ പോലെ അമ്പട്ടിലെ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴമാണ് ഇതിൻ്റെ മെയിൻ ഹീറോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ആദ്യം ഏത്തപ്പഴം, ശർക്കര, തേങ്ങ, കശുവണ്ടി, മഞ്ഞൾ, ഉപ്പ്, കടലപ്പരിപ്പ്, കടുക്, ജീരകം, പിന്നെ മുളക്, കറിവേപ്പില. 11 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോവാം അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് കടലപ്പരിപ്പ് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗ്യാസ് കത്തിച്ച് കടലപ്പരിപ്പ് വേവിക്കാം. അപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പാണ്. നമ്മുടെ കടലപ്പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കുക്കറിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് അതിനകത്തോട്ട് ഇട്ടു. ഇനി 3-4 വിസൽ വന്നതിന് ശേഷം, നല്ലോണം വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. കടല വേവാൻ അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരിക്കണം. ഇപ്പോൾ 2ാമത്തെ വിസിൽ അടിച്ചു തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ഒരു മുളക് ഇട്ട്, ചെറിയ മുളക് എടുക്കുന്നത് നമ്മൾ അതിൽ കാണിച്ചെങ്കിലും നമ്മൾ ഒരു മുളക് ഇടുന്നത് കൂടുതൽ എരിവ് വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ 3ാമത്തെ വിസിലടിച്ചു. ഇനി നമ്മളതിനകത്ത് മഞ്ഞൾപ്പൊടി, വെള്ളം ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 4ാമത്തെ വിസിൽ വന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് ഏകദേശം സെറ്റായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളകിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ. അപ്പോൾ നമ്മുടെ 5ാമത്തെ വിസിലും നമ്മുടെ കടലപ്പരിപ്പിൽ നിന്ന്, നമ്മുടെ കുക്കറിൽ നിന്ന് വന്നു. ഇപ്പോൾ അത് നമ്മൾ വെന്തോ എന്ന് നോക്കാം. നമ്മൾ വെന്ത് വന്നോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 5 വിസിലായി. അപ്പോൾ ഇതിനകത്ത് ചൂട് പോകാൻ വേണ്ടി അല്ലേ?
ആവി പോയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊട്ടി ചിലപ്പോൾ തെറിക്കും സാധനം അല്ലേ. നമ്മുടെ കടലപ്പരിപ്പ് വെന്തോ നോക്കട്ടെ. ഓ ഫോഗ് കയറി നമ്മുടെ ക്യാമറയിൽ. വെന്തിട്ടില്ല. അപ്പോൾ 2-3 വിസിലും കൂടി എടുക്കേണ്ടി വരും അല്ലേ. 5 വിസിലെടുത്തതിന് ശേഷം കടലപ്പരിപ്പ് വെന്തിട്ടില്ല, അപ്പോൾ 2-3 വിസിലും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഏത്തപ്പഴം അമ്പട്ടിലിടാനുള്ള ഏത്തപ്പഴം നല്ല സ്ലൈസായിട്ട് മുറിക്കണം. അപ്പോൾ നമുക്ക് നേരെ മുറിക്കുക കേട്ടോ. അപ്പോൾ ഏത്തപ്പഴത്തിന് ചെറിയ ബ്ലാക്ക് ഡോട്ടായിട്ടുണ്ട്. നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത്, അതായത് ഒരാഴ്ച മുമ്പ് മേടിച്ച് വെച്ച ഏത്തപ്പഴമാണ്, പച്ച അല്ലേ. ഇപ്പോൾ പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ തൊലി കറുത്തും ഇരിക്കണത്, പക്ഷെ നല്ല ഇഷ്ടമായിട്ടുള്ള പഴമാണ്. അപ്പോൾ പഴം മുറിക്കേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസായിട്ടാണ് പഴം മുറിക്കണത്. മുറിക്കേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ ഏത്തപ്പഴം മുറിക്കണത്. രണ്ട് പീസായിട്ടാണ് നമ്മൾ ഏത്തപ്പഴം മുറിച്ച് നമ്മൾ ഇട്ടേക്കണത്. അതേപോലെ നമുക്കിനി ശർക്കരയും കൂടി പൊടിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബ്ലോഗുകളെല്ലാം നമ്മൾ ശർക്കര പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്ല് വെച്ചാണ് പൊടിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ചേഞ്ചസ് ആയിട്ട് നമ്മൾ കത്തി കൊണ്ടത് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കണേ, കാണിച്ചു തരാം. പൊടിക്കാണ്ട് നമ്മൾ സ്ലൈസായിട്ട് മുറിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ ആവശ്യത്തിനും ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ശർക്കര ആഡ് ചെയ്യാം. പഴവും ശർക്കരയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേവിക്കാൻ വേണ്ടി പോണത്. ആദ്യമേ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചു, അത് നല്ലോണം വെന്ത് വന്നു. മുറിച്ച് വെച്ച ഏത്തപ്പഴം നമ്മുടെ കടലപ്പരിപ്പിലോട്ട് ഇട്ടു, അതായത് നമ്മുടെ കുക്കറിലോട്ട് ഇട്ടു. കടലപ്പരിപ്പും ഏത്തപ്പഴവും നമ്മൾ ഇട്ടു. അപ്പോൾ അതിനകത്ത് ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പായസം ഉണ്ടാക്കണമെന്ന് ഉപ്പ് എപ്പോൾ ഇടണമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഇപ്പം എന്തിനാണ് ഇട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ അമ്പട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കഷ്ണങ്ങൾ വന്നത്, അതായത് പഴത്തിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ പഴത്തിന് ശരിക്കും നമുക്ക് ഉപ്പ് കൊള്ളണം. പിന്നെ ബാക്കി എല്ലാത്തിനും നോർമലി കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഗ്രേവി ഉള്ളതുകൊണ്ട് അല്ലേ. ഗ്രേവി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും നമുക്ക് ഉപ്പ് അലിഞ്ഞ് ചേർന്നോളും. ഏത്തപ്പഴവും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ശർക്കര ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിനി ശർക്കര ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം നമ്മൾ ആഡ് ചെയ്തു, ചെറുതായിട്ടൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് കടലപ്പരിപ്പാണ്, അതിനുശേഷം ഏത്തപ്പഴം ഇട്ടതിന് ശേഷം ശർക്കര ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ശരിക്കും മിക്സായി. അതിന് മുമ്പ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പഴത്തിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ശർക്കര അപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഇത് ലൂസായിട്ട് നമുക്ക് കിട്ടും. നമ്മളിതിനകത്ത് 7 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി കേട്ടോ. അതായത് നമ്മുടെ എന്തൊക്കെയാണ്? കടലപ്പരിപ്പ്, ഏത്തപ്പഴം, ഉപ്പ്, ശർക്കര, തേങ്ങ അരച്ചത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ 7 ഐറ്റം അല്ലെ. 7 ഐറ്റം നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നു. ഇനി ബാക്കി 4 ഐറ്റം കൂടി ഉണ്ട്. അതായത് നമ്മൾ 11 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇനി 4 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് അല്ലേ. ഇനി നമുക്ക് താളിക്കണം. അതായത് നമ്മുടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചതും നമ്മുടെ ഏത്തപ്പഴവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താളിക്കാം. അതായത് നമ്മുടെ കടുകും ജീരകവും പിന്നെ നമ്മുടെ കരിവേപ്പിലും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ ഇത് താളിക്കാം. കടുകിട്ടു, അപ്പോൾ അതിന് ശേഷം ജീരകം ഇട്ടു. ഇനി നമ്മുടെ കരിവേപ്പില, കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇതിനകത്ത് ആഡ് ചെയ്യണം. നമ്മൾ കരിവേപ്പിലും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പാത്രത്തിലോട്ട് നമ്മൾ താളിച്ച കടുകും ജീരകവും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ശരിക്കും ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പട്ട് ഏകദേശമല്ല 100% റെഡി ആയിട്ടുണ്ട് അമ്പട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ യോധ എന്ന സിനിമ കേട്ടോ. നമ്മുടെ ജഗദീനെ വിളിക്കുന്ന പേരാണ് അമ്പട്ടെന്ന്. അപ്പോൾ നമ്മുടെ അമ്പട്ട്
ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിനകത്ത് കടുക് വറുത്തതും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് കശുവണ്ടി പരിപ്പും ആഡ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അതിന് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. അമ്പട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അല്ലേ? അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വായിൽ വെള്ളം വരുന്നറിയില്ല. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫാമിലിയിലെ കുറേ പേര് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അമ്പട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് നമ്മൾ അമ്പട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചു നോക്കാം. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിച്ചു നോക്കട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഉപ്പും മുളകും എരിവും പുളിയും എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ നേരെ നമുക്കിനി സെർവ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പാത്രത്തിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല മണമുണ്ട്. ഏത്തക്കാപ്പഴത്തിൽ നമ്മുടെ നല്ല എന്താ പറയുക, നല്ല മണം വരുന്നുണ്ട്. കിടലും ഇപ്പം തന്നെ വായിൽ ചൂടാണ്. അതെ ചൂടാണ്. വായിൽ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആകെ സീനാവും. എന്നാ അറിയോ, കടുകും ഈ ജീരകം വറുത്തിട്ടുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഡബിളാണ് കേട്ടോ. ഊതിക്കോളാം, അധികം ഊതല്ലേ, ഊതിക്കോ. നമ്മുടെ തേങ്ങ വറുത്തരച്ചില്ലേ, അത് ശരിക്കും നമ്മളിത് കഴിച്ചതിന് ശേഷം നമ്മുടെ പല്ലിലിങ്ങനെ കടിക്കാൻ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എങ്ങനെയുണ്ട് മധുരം എരിവ്? ഒരു മിനിറ്റ് ശരിയായിട്ടില്ല, ഒരു മിനിറ്റ്. ഏത്തപ്പഴം ഇട്ട് കഴിച്ചു. ഉപ്പ് ഓക്കെ, ഒരു മിനിറ്റ്. മുളകും ഓക്കെ. ഏത്തപ്പഴം കഴിച്ചു നോക്കാം. എന്നുവെച്ചാൽ അതിനകത്താണ് ചെറിയൊരു പുളി വരുന്നത്. പുളിയല്ലല്ല, ചെറിയൊരു പുളി അല്ലേ ഏത്തപ്പഴത്തിൽ വരും. നോക്കട്ടെ, ശരിയാണ്, പുളിയുണ്ട്. മധുരം ഉണ്ടാകും. നോക്കട്ടെ, മധുരമുണ്ട്. അപ്പൊ എല്ലാ സാധനം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വന്നിട്ട് ഇതിനകത്ത് കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇഷ്ടം കൊണ്ട് നീ കഴിച്ചു. ചൂടോടെ കഴിക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോ അമ്പട്ട് ടോപ്പായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കിടുവായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കപ്പിലാണ് എടുത്തത് അല്ലേ, ചെറിയൊരു കപ്പിലാണ് എടുത്തത്. കിടിലൻ ടേസ്റ്റാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ ടേസ്റ്റും ഞാൻ ആസ്വദിച്ച് കഴിക്കണമായിരുന്നു. അതായത് ഉപ്പും മുളകും എരിവും പുളിയും അല്ലേ, ആ ഒരു എല്ലാം കൂടി ഞാൻ ടേസ്റ്റ് ചെയ്തു. എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ അമ്മ ഇനി നമ്മൾ ഊണിൻ്റെ സമയത്താണ് ശരിക്കും ഇത് കഴിക്കാറ് കേട്ടോ. ഊണെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഊണ് കഴിച്ചതിന് ശേഷമാണ് നമ്മളിത് ശരിക്കും സെർവ് ചെയ്ത് കഴിക്കാറ്. അപ്പോൾ അമ്മ ഊണ് കഴിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അമ്പട്ട് കിടിലൻ ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അമ്മ ടേസ്റ്റ് ചെയ്തില്ല, അമ്മ ഊണ് കഴിക്കുന്ന സമയത്താണ് ടേസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക അമ്പട്ട്. അപ്പോൾ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ അല്ല ബെൽ ബട്ടൺ എന്നാണ് പറയാറ്. അപ്പോൾ ബെൽ ബട്ടൺ കൂടി അമർത്തി ഞങ്ങളുടെ ചാനൽ നല്ല കട്ട സപ്പോർട്ട് ചെയ്യുക എന്ന് നമ്മൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ